എല്ലാവർക്കും നമസ്കാരം. പാഠശാലയുടെ പുതിയൊരു ക്ലാസ്സിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത് വെൺമണി പ്രസ്ഥാനം എന്ന് പറയുന്ന ഭാഗമാണ്. ഈ ഒരു ഭാഗത്ത് നിന്ന് മുൻകാല ചോദ്യപേപ്പറിൽ വന്നിട്ടുള്ള ചോദ്യ മാതൃകകൾ എന്ന് പറയുന്നത് വെൺമണി പ്രസ്ഥാനത്തിലെ പ്രധാനപ്പെട്ട കൃതികൾ തന്നിട്ട് അത് ആരെഴുതി എന്ന് ചോദിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ പ്രധാനപ്പെട്ട കൃതികളെ ചേരുംപടി ചേർക്കാനും ചോദിച്ചിട്ടുണ്ട്. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത് വെൺമണി പ്രസ്ഥാനത്തിലെ പ്രധാനപ്പെട്ട കവികളെയും അവരുടെ കൃതികളുമാണ് ഇന്നത്തെ ക്ലാസ്സിൽ പരിചയപ്പെടാൻ പോകുന്നത്. അപ്പോൾ നമ്മൾ ആദ്യം പഠിക്കാൻ പോകുന്നത് വെൺമണി അച്ഛൻ നമ്പൂതിരിയെക്കുറിച്ചാണ്. വെൺമണി അച്ഛൻ നമ്പൂതിരിയുടെ കൃതികൾ പറഞ്ഞു തരാം. രാമേശ്വര യാത്ര, ഗജേന്ദ്രമോക്ഷം, പറയൻ തുള്ളൽ, ഒരു പറയൻ ഗണപതി, ഓമനക്കുട്ടൻ ഗോവിന്ദൻ, കവി പക്വാവലി. ഇത്രയുമാണ് വെൺമണി അച്ഛൻ നമ്പൂതിരിയുടെ കൃതികൾ. രാമേശ്വര യാത്ര എന്ന് പറയുന്നത് ഒരു യാത്രാകാവ്യമാണെന്നുള്ളത് ഓർത്തു വെക്കുക. അതുപോലെ ഗജേന്ദ്രമോക്ഷം, പറയൻ തുള്ളൽ, ഒരു പറയൻ ഗണപതി, ഓമനക്കുട്ടൻ ഗോവിന്ദൻ. അതുപോലെ തന്നെ കവി പക്വാവലി വെൺമണി അച്ഛൻ അമ്പാടി കുഞ്ഞികൃഷ്ണ പൊതുവാളുമായിട്ട് ചേർന്ന് എഴുതിയ ഒരു കൃതിയാണ് കവി പക്വാവലി എന്ന് പറയുന്നത്. കവികളെ പഴങ്ങളോട് ഉപമിക്കുന്ന കൃതിയാണ് കവി പക്വാവലി. വെൺമണി അച്ഛൻ്റെ പ്രധാനപ്പെട്ട കൃതികൾ ഏതൊക്കെയാണ്? രാമേശ്വര യാത്ര. ഈ രാമേശ്വര യാത്ര എന്താണ്? ഒരു യാത്രാകാവ്യമാണ്. ഗജേന്ദ്രമോക്ഷം, പറയൻ തുള്ളൽ, ഒരു പറയൻ ഗണപതി, ഓമനക്കുട്ടൻ ഗോവിന്ദൻ, കവി പക്വാവലി. കവി പക്വാവലി വെൺമണി അച്ഛൻ മാത്രം എഴുതിയതല്ല. വെൺമണി അച്ഛൻ്റെ കൂടെ അമ്പാടി കുഞ്ഞികൃഷ്ണ പൊതുവാൾ കൂടി ചേർന്ന് എഴുതിയ കൃതിയാണ് കവി പക്വാവലി എന്നത്. ഇനി അടുത്ത വ്യക്തിയാണ് പൂന്തോട്ടത്ത് അച്ഛൻ നമ്പൂതിരി. ഈ പൂന്തോട്ടത്ത് അച്ഛൻ നമ്പൂതിരിയുടെ യഥാർത്ഥ പേര് ദാമോദരൻ നമ്പൂതിരി എന്നാണ്. എന്താണ്? പൂന്തോട്ടത്ത് അച്ഛൻ നമ്പൂതിരിയുടെ യഥാർത്ഥ പേര് ദാമോദരൻ നമ്പൂതിരി എന്നാണ്. പൂന്തോട്ടത്ത് അച്ഛൻ നമ്പൂതിരിയുടെ പ്രധാനപ്പെട്ട കൃതികൾ എന്ന് പറയുന്നത് സമന്തകം ആട്ടക്കഥ, അംബരീക്ഷ ചരിതം ഓട്ടംതുള്ളൽ, കാലകേയവധം ശീതങ്കം തുള്ളൽ. ഏതൊക്കെയാണ്? സമന്തകം ആട്ടക്കഥ, അംബരീക്ഷ ചരിതം ഓട്ടംതുള്ളൽ, കാലകേയവധം ശീതങ്കം തുള്ളൽ തുടങ്ങിയവയാണ് പൂന്തോട്ടത്ത് അച്ഛൻ നമ്പൂതിരിയുടെ പ്രധാനപ്പെട്ട കൃതികൾ. ഇനി അടുത്തത് നമ്മൾ പരിചയപ്പെടാൻ പോകുന്ന കവി വെൺമണി മഹൻ ആണ്. വെൺമണി മഹൻ്റെ യഥാർത്ഥ പേര് കദംബൻ നമ്പൂതിരി എന്നാണ്. കദംബൻ നമ്പൂതിരി ആരുടെ പേരാണെന്ന് ചോദിച്ചാൽ വെൺമണി മഹൻ്റെ പേരാണെന്നുള്ളത് ഓർത്തു വെക്കുക. വെൺമണി മഹൻ്റെ പ്രധാനപ്പെട്ട കൃതികൾ എന്ന് പറയുന്നത് ത്രിപുരദഹനം ആട്ടക്കഥ, ഹിരണ്യാക്ഷവധം ആട്ടക്കഥ, അജ്ഞാതവാസം ആട്ടക്കഥ, ജൂബിലി മഹോത്സവം ഓട്ടംതുള്ളൽ, കുചേലവൃത്തം ശീതങ്കം തുള്ളൽ, പൂരപ്രബന്ധം, അംബോപദേശം മണിപ്രവാളം, ഭൂതിഭൂഷണ ചരിതം, അതുപോലെ തന്നെ നളചരിതം വഞ്ചിപ്പാട്ട്, കീചകവധം വഞ്ചിപ്പാട്ട്, കാളിയമർദ്ദനം കൈകൊട്ടിക്കളിപ്പാട്ട്, ഹരിണി സ്വയംവരം കൈകൊട്ടിക്കളിപ്പാട്ട്, കാമതിലകം ബാണം, പ്രച്ഛന്ന പാണ്ഡവം നാടകം, പുരന്ദര ആരുണം നാടകം, പൂയൂഷ വീര്യോദയം നാടകം. ഇത്രയും ആരുടെയാണ്? വെൺമണി മഹൻ നമ്പൂതിരിയുടേതാണെന്നുള്ളത് ഓർത്തു വെക്കുക. ത്രിപുരദഹനം ആട്ടക്കഥ, ഹിരണ്യാക്ഷവധം ആട്ടക്കഥ, അജ്ഞാതവാസം ആട്ടക്കഥ, 3 ആട്ടക്കഥകൾ ഓർമ്മിച്ച് വെക്കുക. ജൂബിലി മഹോത്സവം ഓട്ടംതുള്ളൽ, കുചേലവൃത്തം ശീതങ്കം തുള്ളൽ, അതുപോലെ പൂരപ്രബന്ധം, അംബോപദേശം മണിപ്രവാളം, ഭൂതിഭൂഷണ ചരിതം, നളചരിതം വഞ്ചിപ്പാട്ട്, കീചകവധം വഞ്ചിപ്പാട്ട്, 2 വഞ്ചിപ്പാട്ട് കൃതികൾ. അതുപോലെ തന്നെ കാളിയമർദ്ദനം കൈകൊട്ടിക്കളിപ്പാട്ട്, ഹരിണി സ്വയംവരം കൈകൊട്ടിക്കളിപ്പാട്ട്, കാമതിലകം ബാണം, പ്രച്ഛന്ന പാണ്ഡവം നാടകം, പുരന്ദര ആരുണം നാടകം, പൂയൂഷ വീര്യോദയം നാടകം. ഇത്രയുമാണ് വെൺമണി മഹൻ്റെ പ്രധാനപ്പെട്ട കൃതികൾ. അതുപോലെ തന്നെ സ്വതേ തന്നെ അദ്ദേഹം ശുദ്ധ കുഴിമടിയനാണെന്നും അമാന്ത കൊടിമരമാണെന്നും ഒക്കെ സ്വയമായിട്ട് അദ്ദേഹത്തെ പ്രശംസിച്ചിട്ടുണ്ട്. അത് ഓർത്ത് വെക്കുക കേട്ടോ.